ഇന്നത്തെ ഭാഗ്യം നാളത്തെ ഭാഗ്യം. ആരാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവതി എന്ന് ആർക്കും അറിയില്ല കേട്ടോ. ഇന്നത്തെ ഭാഗ്യം എടുത്തിട്ട് പോവാം. എനിക്കിപ്പോ ഭാഗ്യത്തിലുള്ള വിശ്വാസമൊക്കെ പോയി ചെയ്തതാ. 2 വർഷം മുമ്പ് ഒരു 5000 റുപ്യ അടിച്ചതാ. അതിൽ പിന്നെ ഒരു നയ പൈസ അടിച്ചിട്ടില്ല എനിക്ക്. ആർക്ക് എപ്പോഴാ ഭാഗ്യം വരണേന്ന് അറിയില്ലല്ലോ. തന്റെ ഭാഗ്യം തനിക്കും അറിയില്ല, എനിക്കും അറിയില്ല. ശീതളേട്ടാ, ശീതളേട്ടന്റെ ഒരു ലക്കി നമ്പർ പറ ശീതളേട്ടാ. എന്റെ ലക്കി നമ്പർ 9. ഒരു ലക്കി നമ്പർ കൂടെ പറഞ്ഞ. പിന്നെ 1. ഇനി ഒരു നമ്പർ കൂടെ പറ, ഒരെണ്ണം കൂടെ പറ. പിന്നെ 1നും 9നും ഇടയ്ക്കുള്ള എല്ലാ നമ്പറും ലക്കി നമ്പറാ. എനിക്കിത് കച്ചവടം ചെയ്യണ്ടേ എന്നുള്ളതാ. അതെ, ഞാന് ശീതളേട്ടാ ഇതിലിപ്പോ ഏത് എടുക്കണമെന്നുള്ള ആശയക്കുഴപ്പത്തില്ല. അതല്ലേ? അങ്ങനെ നോക്കി നിന്നാ ഉള്ള ഭാഗ്യം കൂടി പോവും. ഏത് ടിക്കറ്റാണിത്? ആരാ? ഉണ്ണിയോ? എവിടെയാണോ? 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. പടിയല്ലേ ചേട്ടാ, ഇന്ന് പണിക്ക് പോയിട്ടാ ഓപ്പറിലെ ലീവാക്കി. പിന്നെ ഞാൻ ലീവാക്കി. ലോട്ടറി ഒന്നും വേണ്ടേ? നമ്പർ ഇത് ഞാൻ നോക്കി എടുത്തു വെച്ചേട്ടോ. ഇത് ശീതളേട്ടാ, ഇത് ഞാൻ എടുത്ത ടിക്കറ്റാ, പുള്ളി എടുത്ത്. ശരി, എടുത്തോ. ഉണ്ണി വേറെ എടുത്തോ. അയ്യോ ഉണ്ണി, അത് ഞാൻ ആദ്യമേ നോക്കി വെച്ച ഈ നമ്പറായിരുന്നു. ഞാൻ നോക്കി വെച്ച നമ്പറാ ശീതളേട്ടാ പുള്ളി എടുക്കുന്നേ. എന്നാ ഉണ്ണി വേറെ ഒരെണ്ണം എടുത്തോ. ഉണ്ണി അത് അയാളെ നേരത്തെ വന്ന് നോക്കി വെച്ചത്. ഇത് ഞാൻ എടുത്ത ടിക്കറ്റ് തന്നെ. ഞാൻ നോക്കി വെച്ചേക്കായിരുന്നു. ഞാൻ ഇങ്ങനെ കൊറേ നോക്കി. അപ്പൊ അതിലുള്ള ടിക്കറ്റാണിത്. ഈ നോക്കി വെക്കുന്നത് എടുക്കാത്ത? അല്ല, എടുക്കാൻ വേണ്ടിട്ട് നോക്കി വെച്ചാണ്. അല്ല, ആദ്യം മന്മഥന് ആവശ്യമുള്ളത് ആദ്യം എടുക്കുക, എന്നിട്ട് ഉണ്ണിക്ക് എടുക്കാമല്ലോ. അല്ല, ആ സീരീസിലെ ഇതില് ഇത് ഞാൻ റെഡിയാക്കി വെക്കുന്നത്. അല്ല, അത് റെഡിയാക്കി വെക്ക. കുറച്ചുകൂടെ എങ്ങനെ ഒതുക്കി വെക്കണം. ഞാനത് നീക്കി വെക്കാൻ വേണ്ടിട്ട് വെച്ചേ. വേണ്ടത് കൊടുക്ക്, ഞാൻ പോയിട്ട് വരാം. എന്നാ ഉണ്ണി കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. എന്നിപ്പോ മന്മഥന് ആവശ്യമുള്ള എടുത്തോ? ഞാൻ എടുത്തു ശീതളേട്ടാ. പക്ഷേ എടുത്തെങ്കിലുവേ ഈ നമ്പറൊന്നും ബാക്കിയില്ലാത്ത നമ്പർ. ഇതൊക്കെ മുമ്പ് എടുത്തിട്ട് എനിക്ക് അടിക്കാത്ത നമ്പറുകളാണ്. ഏതാ? അതിപ്പോ ഞാനിപ്പോ എടുത്തത് ഇത് എനിക്ക് വേണ്ട. അല്ല, അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ അതാ ഉണ്ണിക്ക് കൊടുക്കായിരുന്നല്ലോ. ഉണ്ണി എടുത്തത്. അല്ല, അത് ആ ഉണ്ണി വരുമ്പോ ഈ 3 ടിക്കറ്റ് അങ്ങ് ഉണ്ണിക്ക് കൊടുത്താൽ മതിയല്ലോ. താനെന്താ തത്തമ്മയോ അയാൾക്ക് ചീട്ട് എടുത്ത് കൊടുക്കാൻ? ഇയാൾക്ക് വേണമെങ്കിൽ എടുക്കണോ, അല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് പോ. എന്റെ പണിയും കൂടി ചിറ്റിക്കല്ലേ മന്മഥ. വല്ല പണിക്കും പോ. ശീതളേട്ടൻ അറിയാമോ, അന്ന് എനിക്ക് 5000 റുപ്യ അടിച്ചത് ഞാൻ പണിക്ക് പോവാതെ വീട്ടിൽ ഇരുന്നിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത ദിവസാ. ഈ ഇരിക്കുന്ന ടിക്കറ്റ് ഒന്നും എനിക്ക് ബാക്കിയുള്ള സത്യശീലൻ വന്നിട്ടുണ്ടോ? ചെയ്തോ? 2 ടിക്കറ്റ് ഉണ്ട്. എന്താ 2 ടിക്കറ്റ് ഉണ്ട്? അടിച്ചോ നോക്ക്. 2 ടിക്കറ്റ് അല്ലേ? ഇത് അടിച്ചിട്ടില്ല സത്യശീല കേട്ടോ. അടിച്ചിട്ടില്ലേ? ഇത് അടിച്ചിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തനിക്ക് അടിച്ചോ? അപ്പൊ അടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ശീതള, നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്താലോ? അതെ 2 ദിവസം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കാം. അതെ, എന്നിട്ട് നോക്കാം. ചിലപ്പോ അടിച്ചാലോ? ചിലപ്പോ അടിക്കും. അതെ. ശീതളേട്ടാ, സത്യത്തില് ഇയാൾക്ക് എന്താ പറ്റിയേ? ആൾക്ക് സത്യശീലൻ? അതറിയത്തില്ലേ? ഇല്ല. അതെ, ഈ സത്യശീലൻ വലിയ ഒരു അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇയാള് ചെന്നൈയിലായിരുന്നു ജോലി. അങ്ങനെ ഇയാൾക്ക് ഈ സ്ഥിരം ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ ലോട്ടറി എടുത്ത് കുറെ കാശ് കളഞ്ഞു. അങ്ങനെ ഇയാളുടെ ഭാര്യ ഇയാളുമായി 1-2 പറഞ്ഞ് വഴക്കും വക്കാനും ഒക്കെ ആയി ഈ ലോട്ടറി എടുക്കുന്ന കാര്യത്തില്. അങ്ങനെ ഈ ഭാര്യ ഒരു ഡ്രൈവറിന്റെ കൂടെ ഓടിപ്പോയി. ഈ വീട് ഭാര്യയുടെ പേരിലായിരുന്നു. ഇപ്പൊ അയാൾക്ക് വീടുമില്ല, ഒന്നുമില്ല. വെറുതെ തെരുവിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുക. അപ്പൊ ഇതുപോലെ ഇപ്പൊ കൊണ്ടുവന്ന ലോട്ടറി ഇല്ലേ, അത് ആരാണ്ടൊക്കെ എപ്പോഴൊക്കെ എടുത്ത് കളഞ്ഞ ലോട്ടറി ആയി പെറക്കി കൊണ്ടുപോയി. അത് പെറക്കി കൊണ്ടുവന്നായി ചോദിക്കുന്നത്. എന്താ ചെയ്യാ? പോയില്ലേ താൻ? ഒന്നുകൂടെ നോക്കണോ? ഇപ്പോഴോ? ഇപ്പൊ നോക്കണ്ട, ഇനി ഉച്ച കഴിയട്ടെ എന്നിട്ട് നോക്കാം. ഉച്ച കഴിഞ്ഞിട്ട് നോക്കാം.
ആ പോയോ പോയോ? ആ പോയി ശീതളേട്ടാ. എന്താ ചെയ്യാ പാവം. ശീതളേട്ടാ, ആ എനിക്കൊരു കാരുണ്യം എടുക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. ഇപ്പൊ എടുത്തോ? വൈകിട്ട് വന്ന് എടുക്കാം. ആണോ? എന്നാ അങ്ങനെ. അയ്യോ, പിന്നെയും കട്ടു. എന്തൊരു കഷ്ടമെന്ന് നോക്കി. ഇപ്പൊ ഈ കാശ് അവന്റെ ഭാര്യയോട് പോയി വാങ്ങണം. എന്താ ചെയ്യ? ഇതെങ്കിലും ഒന്ന് അടിച്ചാ മതിയായിരുന്നു. ഇങ്ങോട്ട് വേടാ. നീ എന്റെ വീട്ടിൽ പെയിന്റ് അടിക്കാന്നും പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ചോണ്ട് പോയതല്ലേ നീ? എന്നിട്ട് എന്തേ വരാ? ഞാൻ കണ്ടില്ലേ? എന്ത് കണ്ട്? എന്റെ കാര്യമൊന്നും സുമേഷേട്ട അറിഞ്ഞില്ല. എന്ത് കാര്യം? രാഘവൻ സാറില്ലേ, വില്ലേജ് ഓഫീസർ, അദ്ദേഹത്തിന്റെ വീട് ഞാനാണല്ലോ പെയിന്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം പണിക്കാരൊന്നും വരാതെന്നപ്പോ പണി പെട്ടെന്ന് തീർക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് പണി ചെയ്ത്. ഈ പെയിന്റ് ബക്കറ്റ് എന്റെ ഈ കയ്യിലായിരുന്നു ഒരു ദിവസം മുഴുവനും. അങ്ങനെ ഞാൻ നിന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോ കൈ പാടില്ലാണ്ടായി. ഇങ്ങനെ ആയിപ്പോ ഡോക്ടർ പറഞ്ഞേക്കണത് 1 വർഷമെങ്കിലും എടുക്കുന്നാ പറയണേ. 1 വർഷം എടുക്കുമെന്ന് പറഞ്ഞ? അപ്പൊ നീ ഒരു കാര്യം ചെയ്, എന്നോട് വാങ്ങിച്ച കാശുണ്ടല്ല അതിങ്ങോട്ട് തന്നേരി. അത് ഞാൻ തരാം. എപ്പോ? ചേട്ടാ, ഇതൊന്ന് റെഡി ആവട്ടെ. ഇതിപ്പോ ഇത്രയാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചലിപ്പിക്കാം. എന്നാലും 1 വർഷമല്ലേ ഉള്ളു. അതിപ്പോ എന്ന് പറഞ്ഞ് കഴിയുമല്ലോ. കൈതാ തീറാ നീ, കൈതാ തീറാ. എന്റെ കാശ് കൊണ്ട് തരാം. എന്റെ കാശ് തരാം. സുമേഷ് ചേട്ടന്റെ കാശ് ഞാൻ നാളെ തരും. നാളെ? നാളെ നീ എങ്ങനെ തരും? നാളെ ഞാൻ തരും. ഇങ്ങനെ തരുമെന്ന്? കാരുണ്യ പ്ലസ് ഇന്ന് നറുക്കെടുപ്പാ. നാളെ സുമേഷ് ചേട്ടന്റെ കാശ് ഞാൻ തന്നിരിക്കും. ഞാനാണ് ഭാഗ്യവാൻ. നാളത്തെ ഭാഗ്യവാൻ ഞാനാണ്. നറുക്കെടുപ്പ് നാളെ നാളെ നാളെ. ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കും. $35 ലക്ഷം ടാക്സ് പോയിട്ട് 65 ലക്ഷത്തില് ഒരു 25 ലക്ഷം രൂപയ്ക്ക് ഒരു പെയിന്റിന്റെ കട, പിന്നെ ഒരു 30 ലക്ഷം രൂപയുടെ ഒരു വീട്, ചെറിയ വീട്, 10 ലക്ഷം രൂപ ഒരു കാർ. മതി, നിങ്ങൾ ഉടനെ വാങ്ങുമല്ലോ. അത് അങ്ങനെ പുച്ഛിച്ച് പറയണേ. പിന്നെ അല്ലാതെ ഞാൻ എന്താണ് മന്മതേട്ടാ നിങ്ങളോട് പറയേണ്ടത്? ഒരു ജോലിക്ക് പോവാൻ പറഞ്ഞാൽ കേക്കൂല. എന്റെ മണ്ടു, നീ ഇതെന്താ ഈ പറയണ? ജോലി പഴയ പോലൊന്നും അല്ല. ജോലിക്കൊന്നും പോയിട്ട് കാര്യം എന്നെ നക്കാപ്പിച്ച കിട്ടും. അതുകൊണ്ട് എന്താവാനാണ് ഇപ്പൊ? പിന്നെ ഭാഗ്യദേവത നേരിട്ട് ഇങ്ങ് വന്ന് തരും നിങ്ങൾക്ക്. നീ അങ്ങനെ പറയല്ലോ. നമുക്ക് ഒരു പ്രാവശ്യം അടിച്ചതല്ലേ? അടിച്ചായിരുന്നു 2 വർഷം മുമ്പ് 5000 അടിച്ചതല്ലേ? 5000 എന്നടിച്ചോ അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം. പിന്നെ ഒരു പണിക്കും പോയിട്ടില്ലല്ലോ. ഇപ്പൊ ആ 5000 എന്നുള്ളത് ഇനിയിപ്പം കൂടുതലായിട്ട് വരും. നമുക്ക് 50 ആവും, 5 ലക്ഷം ആവും, പിന്നെ കോടികളാവും. എന്റെ പൊന്നു മന്മതേട്ട, നിങ്ങൾക്ക് ഒരു നാണം തോന്നണില്ലേ? എന്താ വേണ്ട ഈ പറയുന്നത്? ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണോ? ഞാൻ ഈ തുണിക്കടയിൽ പോകുന്നോണ്ടല്ലേ ഇവിടെ ഇങ്ങനെ നടന്നു പോണത്. നീ പറയുന്ന കേട്ടോ, അതൊന്നും ഞാൻ ഒരു അധ്വാനം ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അല്ല, ഈ വീടിന്റെ വാടക കൊടുക്കണ്ടേ? വാടക 2 ദിവസം കഴിയുമ്പോ കൊടുക്കാം. എങ്ങനെ? സ്ത്രീ ശക്തിയുടെ നറുക്കെടുപ്പ് 2 ദിവസം കഴിയുമ്പോ ഉണ്ട്. ലോട്ടറിയുടെ ഈ സ്ത്രീ ശക്തി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞു പോണേ. എന്റെ മണ്ടു, ഇന്നത്തെ കാലത്ത് നമ്മൾ ആരുടെങ്കിലും കീഴിൽ പോയി ജോലി ചെയ്ത് നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത്. നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, ലക്ഷങ്ങളോ കോടികളോ അടിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അവിടെ മുതലാളിയായിട്ടിരുന്ന് നീ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം വേറെ അല്ലേ? എത്ര നടക്കാത്ത സ്വപ്നം. അല്ല, ഇത്ര അഭിമാനിയായിട്ട് എന്താ വീടിന്റെ ഓണർ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? ആരെ വിളിച്ചു? അയ്യോ, ആരെ വിളിച്ചു? എന്നെ വിളിച്ചില്ല.
വിളിച്ചു. എന്തായാലും പറയല്ലേ, എന്റെ ഫോണിൽ വിളിച്ചു. നിങ്ങൾ ഫോൺ എടുത്തില്ല, എന്നെ വിളിച്ച ആവശ്യത്തിലേറെ ചീത്തയും പറഞ്ഞു. ചീത്ത പറഞ്ഞാ? പിന്നല്ലാതെ വാടക കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞില്ലേ? വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞ സ്ത്രീകൾക്കെതിരെ അങ്ങനെ മോശമായിട്ട് വരാൻ നമ്മൾ കേസ് കൊടുക്കും അയാൾക്കെതിരെ. കേസും കൊടുത്ത് ഇവിടെ ഇരുന്നാ മതി. പിന്നെ വാടക കൊടുത്തേക്കണം. ഞാൻ വിളിക്കണമായിരുന്നു, അപ്പൊ ഞാൻ വിവരം അറിയിച്ചു കൊടുത്താനെ. അയാൾ ഇന്ന് വാടക മേടിക്കാൻ വരും, കൊടുത്തേക്കണം. അവിടെ ചില വാടക കാശല്ലേ, ഞാൻ കൊടുത്തോളാം. അല്ലേ, വാടകയ്ക്ക് 2 ദിവസം മുടങ്ങി എന്ന് പറഞ്ഞ് സ്ത്രീകളെ വിളിച്ച് മോശമായിട്ട് സംസാരിക്കുക ഇതൊക്കെ മര്യാദയാണ്. ഭക്ഷണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം കേട്ടോ. ഓ, എനിക്ക് വേണ്ട. 500 രൂപ കാണുമോ ചേഞ്ച്? എന്തിനാ 500 രൂപ? ലോട്ടറി മേടിക്കാനല്ലേ? ഭാഗ്യദേവതയോട് പറ, ഭാര്യ 500 രൂപ തന്നില്ല, അതുകൊണ്ട് ഭാഗ്യദേവത വരണ്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ. അതെ, ഭാഗ്യദേവത ഇങ്ങനെ ഒരുപാട് പുച്ഛിച്ച് തള്ളരുത്. അയ്യോ, ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞതാ ഭാഗ്യദേവത നമ്മുടെ കവലയെ കിടന്ന് കറങ്ങണം. മന്മത, മമ്മത, മമ്മത, അതങ്ങോട്ട് വരിക. ഓ മൊയ്തുക്ക. ഓ മൊയ്തുക്കല്ല, KK മൊയ്തുക്ക, KK കണ്ടത്തിൽ. അല്ല മണ്ടുവോ, ഇന്ന് എത്ര ഡേറ്റ്? 11 അല്ലേ? എനിക്ക് വാടക തരേണ്ട ദിവസം എന്നാ? 1-ാം തീയതി അല്ലേ? 10 ദിവസം കൊണ്ട് കഴിഞ്ഞ് എന്റെ വാടക എവിടെ? തന്നല്ലോ. ആര് പടച്ചോൻ കൊണ്ട് തന്നു ഞമ്മക്ക് നിങ്ങളെ വാടക? അല്ല, മിനിഞ്ഞാന്ന് ഇക്ക ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ പൈസ തന്നല്ലോ. മിഞ്ഞാന്ന് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എനിക്ക് നമ്മളെ കാതിർക്ക മയ്യത്തായതിന്റെ പേര് ഞാൻ കുറച്ച് തിരക്കായി പോയി. അന്ന് ഓനെ വിളിച്ചിട്ട് പറഞ്ഞു ഓനെ അങ്ങോട്ട് എത്തിക്കാന്ന് എന്റെ പെരയിലേക്ക്. പിന്നെ ഓനെ അങ്ങോട്ട് കണ്ടിട്ടില്ല, മസ്ജിദ് കണ്ടില്ല. ഓനെ വിളിക്ക്. മന്മതേട്ടാ, എന്താക്കോ കുളിക്കാണ്. ഈ പിസാജൊക്കെ കുളിച്ചിട്ട് എന്ത് കാര്യാണ്? ഏതെങ്കിലും ഒരു മാസങ്ങളിൽ നമ്മളെ പെരയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഈ കൊണ്ടു തന്നിനോ വാടക? എന്റെ പെരയിൽ കൊണ്ടു തന്നിനി? ഇക്ക ഒരു മിനിറ്റ്, ഇക്ക നിങ്ങളുടെ കയ്യിൽ ഞാൻ 6000 രൂപ തന്നോ വാടക? വാ തുറന്ന് പറയേ, എന്നിട്ട് അത് ഇക്കാക്കി കൊടുത്തോ? മൊയ്തുക്ക, കാശും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ? ഈ കാശുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് വലിയൊരു സംഭവം ഉണ്ടായി. എന്ത്? ആ കവല എത്തിയപ്പോഴേക്കും അവിടെ ഈ ക്യാൻസർ ബാധിതരായ ആൾക്കാർക്കും നിർധനരായ രോഗികൾക്കും വേണ്ടിയിട്ട് ചികിത്സാ സഹായ പദ്ധതിയിൽ കാശ് സ്വരൂപിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ കാശ് അതിലേക്ക് കൊടുത്തു. എന്ത് പദ്ധതി? കാരുണ്യ. കാരുണ്യ ലോട്ടറി. 6000 രൂപയ്ക്ക് നിങ്ങൾ ലോട്ടറി എടുത്തോ? 6000 രൂപയ്ക്ക് എടുത്തോളൂ. എന്തിന്റെ പ്രാന്താണ്ട് എനിക്ക്? ഈ ദുനിയാവിൽ ആർക്കെങ്കിലും ഉണ്ടാവും ഉമ്മാരി പ്രാന്ത്? 6000 രൂപ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വന്നതാ? ഈ എന്തിനു ജീവിക്കാണ്ടോ ഇങ്ങനെ? ഇപ്പൊ നമ്മളെ വാടക അല്ലാണ്ട് അറിയാമെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാ. പോത്ത് പോലെ ഉണ്ടല്ലോ ഈ. അനക്കെന്തെങ്കിലും പണിക്ക് പോയിക്കോടെ? നോക്ക്, നിന്റെ വാടക നാളെ കിട്ടിയില്ലെങ്കിൽ നാളെ ഇവിടുന്ന് 2 ആളും പടിയിറങ്ങണം. ഈ പെരക്ക് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഞമ്മക്ക് കൃത്യമായിട്ട് കായ് കിട്ടും, നിങ്ങളുടെ കിട്ടുന്നില്ല. അപ്പൊ നാളെ ഇറങ്ങിക്കൊള്ള 2 ആളും. ഇക്ക ഞാൻ കൊണ്ട് തന്നോളാം. എന്ന് കൊണ്ട് തരുന്ന? നാളെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തന്നോളാം. ഉറപ്പാണോ? ഉറപ്പായി. അന്റെ ബാക്കി കേട്ടിട്ടാ ഞാൻ പോണേ. ഈ ഹിമാറിന്റെ ബാക്കി കേട്ടിട്ടല്ല കേട്ടോ. ഇവിടെ തന്നാവൂല. ഈ വേറെ ചൊല്ലുണ്ട, ഞാൻ പറഞ്ഞില്ല. ഹിമാർ സമാധാനമായല്ലോ. നിങ്ങളോട് ഞാൻ അതെ, ഞാൻ ഓരോ ദിവസവും ഇത് അവസാനിപ്പിക്കണം എന്ന് ആലോചിക്കും. പക്ഷെ ആ കടയുടെ അടുത്തെത്തുമ്പോൾ അറിയാണ്ട് എടുത്തു പോണ അടി. അതെ, ഇനി ഞാൻ ലോട്ടറി എടുക്കില്ല. അവസാനിപ്പിച്ചു. സത്യം, നിന്നാണ് സത്യം. ഇനി ഞാൻ എടുക്കില്ല. സത്യമായിട്ട് എടുക്കില്ല. സത്യമാണ്. സത്യേട്ടാ, ആരോ നോക്കിയിട്ട് ചുറ്റിച്ചാടി ലോട്ടറിയും പിടിച്ച് എന്തിനിങ്ങനെ ഇരിക്കുന്നേ? അത് ഒഴിവാക്കിയൂടെ നിങ്ങക്ക്? ഒരു വൃത്തി മനർന്ന് നടക്കുന്നില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി. വെച്ചാ കൂടുമ്പോ ചരച്ചാ. ഈ 2 കുപ്പായത്തെ ചൂടുണ്ടാ? ഒന്ന് പറക്കി ചാടിയാ കൂട്ടി. ഈ പോടാ താവള പിടുത്തക്കാരൻ.
മണ്ടേച്ചി സ്റ്റേഷനിൽ പോയിട്ട് വരുന്നേന്ന് സ്റ്റേഷനിലോ? പോയാരും എന്തായി? എന്താ പറയണേ, ഞാൻ ജോലിക്ക് പോയതാ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ? പോലീസ് സ്റ്റേഷനിൽ പോണെന്തിനാ? അപ്പൊ സംഭവം അറിഞ്ഞിട്ടിങ്ങ എന്താ? മന്മഥേട്ടനെ പോലീസ് പിടിച്ചോണ്ടിട്ടുണ്ട്. എപ്പോ? ഉച്ചക്ക് ദേ പോയി. അല്ല എന്തിനാ? ഈ സംഭവം അറിയില്ല. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ എന്നാ. ഒരു മിനിറ്റ്. അതെ, ഞാനൊരു 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അടിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കൂ. അതെ, പോലെ എന്താ? ഒന്ന് നോക്കിട്ട് പറഞ്ഞാ. ദൃശ്യാണ്. Knock out there.